നോമ്പ്, നോയമ്പ് എന്ന് പറയുന്ന ആ വിഷയം, ഫാസ്റ്റിംഗ് എന്ന് ഏകദേശം ആശയമായി പറയാറുള്ള കാര്യം ഈ ലോകത്ത് പല വിഭാഗങ്ങളും നിർവഹിക്കുന്ന ഒന്നാണ്. ഹൈന്ദവർക്ക് വ്രതാനുഷ്ഠാനമുണ്ട്. 41 ദിവസമാണ് ഓരോ നോമ്പ്. അഥവാ ഇറച്ചി മീനൊന്നും കൂട്ടരുത്, പച്ചക്കറിയും സംഭവമൊക്കെ ഇഷ്ടം പോലെ കഴിക്കുക, അതുപോലെ സുഡാൽഫിക്കേഷനും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ നോമ്പ്. അഥവാ ജിമാഴ എന്നുള്ളതിന്റെ ഒരു പ്രയോഗമാണ് സുഡാൽഫിക്കേഷൻ. ഹൈന്ദവരുടെ നോമ്പ് അങ്ങനെ. ജൈനമതക്കാരുടെ നോമ്പ് കൊഴുപ്പുള്ള മാംസം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിക്കന്റെ ചെസ്റ്റ് പീസ് ഒക്കെ കഴിക്കും. അങ്ങനെയുള്ള നോമ്പാണ് ഓരോ നോമ്പ്. ക്രിസ്ത്യാനികൾക്കുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് മാത്രം കഴിച്ചുകൊണ്ടുള്ള നോമ്പാണ്. ആപ്പിൾ, പേരക്ക, അതുപോലെ വത്തക്ക പഴമാണോ വെള്ളാണോ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ട്. ഫീഹി ഖൗലാനി ഖുൽതുല്ല സഹു വല്ലാഹു അലം. തണ്ണിമത്തം എന്നാണല്ലോ പറയാറുള്ളത്. വെള്ളാണ്, തണ്ണി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. ഏകദേശം കളറിലൊക്കെ ഇറങ്ങിയാണ്, പച്ചക്കളർ മാത്രം വന്നിട്ടില്ല, ബാക്കിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പല വിഭാഗത്തിനും നോമ്പുണ്ട്. മുസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗമിന്റെ നോമ്പ് ഇശ വരെയായിരുന്നു. വേറെ ഒരു വിഭാഗത്തിന് 24 മണിക്കൂർ നോമ്പ്. ഒരു ദിവസം നോമ്പ് ഉണ്ടാകും, ഒരു ദിവസം നോമ്പ് ഉണ്ടാവില്ല. അങ്ങനെ അല്ലാതെ 30 ദിവസം 24 മണിക്കൂർ വീതം നോമ്പ് ഒറ്റ ആള് വടിയാകുമല്ലോ, അത് പിന്നെ അത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഖൗമിന് ഓരോ തരത്തിലുള്ള നോമ്പാണ്. എന്നാൽ സൗം എന്ന ആ വേർഡിന്റെ കറന്റ്ലി മീനിങ്, അടിസ്ഥാന അർത്ഥം അൽ ഇംസാക്, മാനേജ്, നിയന്ത്രിക്കുക എന്നതാണ്. ജീവിതത്തെ നിയന്ത്രിക്കുക. എന്തിന് നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, എപ്പോൾ നിയന്ത്രിക്കണം, ആര് നിയന്ത്രിക്കണം? നമ്മുടെ ജീവിതത്തിൽ പലതരം നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോ എടരിക്കോട്ടുന്ന് ഹൈവേയിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ നേരിട്ട് വണ്ടി ഹൈവേ പോകില്ല. പിന്നെ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് റൈറ്റിക്ക് കയറി കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ കയറിയിട്ടാണ് പോകുക. അത് ഞാന് പെട്രോൾ അടിച്ച എന്റെ വണ്ടിയാണ്, എനിക്ക് തോന്നിയ കോലത്തിൽ പോകുന്നുള്ള ഒരാൾ പോകാൻ പുറപ്പെട്ടാൽ ആ പോക്കൊരു പോക്കായിരിക്കും മത്സരയില്. കാരണം ഹൈവേയിൽ ആ ജാതി സ്പീഡിൽ വണ്ടി വരുന്നുണ്ടാവും. എന്റെ വണ്ടിയാണെന്ന് എഴുതിയാണ് പോകാൻ പറ്റൂല. പിന്നെ അവിടെ ഒരു നിയന്ത്രണം. എന്ത് നിയന്ത്രണം? ഗിയറൊക്കെ ഒന്ന് ഡൗൺ ചെയ്ത്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി, ഒന്ന് വളരെ ശ്രദ്ധിച്ച് അതിലേക്ക്. ഇതുപോലെ നമുക്ക് ഒരു യാത്രയാണ്. ഈ യാത്ര ആത്മാവാണ് യാത്ര ചെയ്യുന്നത്. വാഹനം നമ്മുടെ ശരീരമാണ്. ശരീരം എന്ന വാഹനത്തിൽ ആത്മാവെന്ന ഡ്രൈവറാകുന്ന ഞാൻ, നിങ്ങൾ യാത്ര ചെയ്യാം. എവിടേക്കാ യാത്ര? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം.